സാദര നമസ്കാരം. സംപൂജ്യ സ്വാമിജി വർകളെ, അമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഈ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമായിട്ട് ഞാൻ എടുക്കുന്നത്. കാരണം ഈ വിമംഗലം പ്രദേശത്ത് ഇതുപോലെ ഒരാശ്രമം സ്ഥാപിച്ച് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സാമൂഹ്യവും സാംസ്കാരികവും ആത്മീയവുമായ അറിവ് പകർന്നുകൊണ്ട് അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് സ്വാമിജി ഇവിടെ പ്രവർത്തിക്കുന്നത് കുറച്ച് വർഷങ്ങളായി. എന്നാൽ ഇവിടെ വന്ന് അദ്ദേഹത്തെ കാണുവാനോ ഈ ആശ്രമം സന്ദർശിക്കുവാനോ എനിക്ക് ഇതുവരെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ വരുവാനും ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. മലപ്പുറം ജില്ലയിലെ വളരെ പിന്നോക്ക പ്രദേശമായ ഈ വിമംഗലത്ത് സാമൂഹ്യ സാംസ്കാര രംഗത്ത് നേതൃത്വം കൊടുത്തുകൊണ്ട് സ്വാമിജി നമ്മളെയെല്ലാം ബോധവാന്മാരാക്കിയിരിക്കുകയാണ്. സമാജത്തോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്? സമാജം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ അവയവത്തിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടാൽ ശരീരത്തിനാകെ വേദന ഉണ്ടാകുന്നത് പോലെ ഈ സമാജത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനൊരു വിഷമം വന്നാൽ അത് നമ്മെ എല്ലാവരെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സമാജത്തിൻ്റെ ഉത്കർഷമാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്വാമിജി ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്കെല്ലാം മാർഗനിർദ്ദേശം നൽകുകയാണ്. നാളെ വിദ്യാലയങ്ങൾ തുറക്കുകയാണ്. നമ്മുടെ കുട്ടികൾ, ലക്ഷക്കണക്കിന് കുട്ടികൾ നാളെ വിദ്യാലയത്തിലേക്ക് പോകും. അതിൽ സമ്പന്നരായ വിദ്യാർത്ഥികളുണ്ടാവും, സാധാരണക്കാരായ വിദ്യാർത്ഥികളുണ്ടാവും, ദരിദ്രരായ വിദ്യാർത്ഥികളുണ്ടാകും. അങ്ങനെ സാമൂഹ്യ ജീവിതത്തിലെ വിവിധ തട്ടുകളിലുള്ള കുട്ടികളൊക്കെ തന്നെ നാളെ വിദ്യാലയങ്ങളിലേക്ക് പോകും. ഈ പ്രദേശത്തെ കുട്ടികളുടെ കാര്യവും സ്വാമിജിയുടെ മനസ്സിൽ വന്നു എന്നുള്ളത് വളരെ വളരെ സന്തോഷകരമായ കാര്യമാണ്. ഈ കുട്ടികൾക്ക് പുസ്തകങ്ങളും പഠനോപകരണങ്ങളും സൗജന്യമായി കൊടുക്കാൻ സ്വാമിജി എടുത്ത തീരുമാനം നമുക്കെല്ലാവർക്കും തന്നെ ഒരു മാർഗം. അങ്ങനെ സമാജത്തെ സേവിക്കാനും തൻ്റെയും കുടുംബത്തിൻ്റെയും ഉത്കർഷം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചും ഒരു കാഴ്ചപ്പാട് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന തരത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും സമൂഹവും ഒക്കെ തന്നെ കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ കുട്ടികൾ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഉയരങ്ങളിൽ എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ നമുക്കതിന് സഹായകരമായിട്ട് എന്തൊക്കെയാണ്? ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ധൈര്യം, ഒരു മനസ്സ്, ആത്മവിശ്വാസം, ഇതൊക്കെ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചറിയാനും അതുപോലെ മഹാന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ പറ്റിയൊരു കാലഘട്ടമാണ് ഈ വിദ്യാഭ്യാസ കാലഘട്ടം. അതേപോലെ തന്നെ ജീവിതത്തിൽ ശ്രേയസ് വരണമെങ്കിൽ ഓരോ വ്യക്തിക്കും ഒരു ഉപാസന വേണം. ആ ഉപാസന ഇല്ലെങ്കിൽ നമ്മൾ ഒരു ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധിക്കില്ല. എന്താണ് ആയിത്തീരേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള സങ്കല്പവും അതിനുവേണ്ടിയുള്ള പ്രവർത്തനവും ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഉപാസനയും
എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു മനുഷ്യൻ അതിൻ്റെ പൂർണ്ണതയിലേക്ക് അയാൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. അത്തരം ഒരു ദിശാബോധം നമ്മുടെ കുട്ടികൾക്ക് വളർത്തിയെടുക്കാൻ നമ്മുടെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ തന്നെ കഴിയണം. സേവിക്കാനുള്ള ഒരാഗ്രഹം, ഏത് മണ്ഡലത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിലും സമാജമാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ആ സമാജത്തിൻ്റെ സമ്പൂർണ്ണമായ വികാസത്തിന് വേണ്ടി നമ്മൾ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കാൻ നിയോഗിക്കപ്പെട്ടത് എങ്കിൽ അവിടെ പ്രവർത്തിക്കുകയും സമാജത്തിലെ മുഴുവൻ ആളുകളെയും ഒന്നായി കാണുവാനും അവരുടെ വേദനയും ദുഃഖങ്ങളും ഉൾക്കൊള്ളാനും ഓരോ വ്യക്തിക്കും കഴിയുമ്പോൾ മാത്രമേ സമാജത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ വിദ്യാർത്ഥിനികൾ ആ ലക്ഷ്യബോധത്തോടു കൂടി നാളെ മുതൽ നമ്മുടെ വിദ്യാലയങ്ങളിലെത്തി ആ വിദ്യാലയത്തിലെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ നവോത്ഥാനത്തിൻ്റെ കേന്ദ്രമായി വിദ്യാലയങ്ങൾ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.